ഹലോ നമസ്കാരം. എൻ ഊര് എന്ന് പറയുന്ന നമ്മുടെ പുതിയ നോവലിൻ്റെ പുതിയ പാട്ടിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. എൻ ഊര് നോവൽ ഭാഗം 1. മഞ്ഞ് വീഴുന്ന പ്രഭാതം. ഇന്നലെയും രാത്രി ഉറങ്ങിയിട്ടില്ലായിരുന്നു. ആനക്കൂട്ടം മുറ്റത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. എപ്പോഴാണ് അവറ്റകൾ പോയത് എന്നുകൂടി അറിയില്ല. പൊക്കൻ 2 ദിവസമായി ജോലിക്ക് പോയിട്ട്. എന്നെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഞാൻ കമല. പ്രായം 16. അച്ഛനെ കാട്ടാന ചവിട്ടിക്കൊന്നതാണ്. അമ്മ വെള്ളി. പ്രായം കുറച്ചുണ്ട്, പക്ഷേ ഇപ്പോൾ പുറത്തേക്ക് വലുതായി പണിക്കൊന്നും പോവാൻ കഴിയില്ല. പൊക്കൻ എന്നെ കെട്ടാൻ പോകുന്ന ചെക്കനാണ്. പൊക്കൻ കൊണ്ടുവരുന്ന വരുമാനത്തിലാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. ഞാൻ 3-ാം ക്ലാസ് വരെയേ പഠിച്ചിട്ടുള്ളൂ. കുപ്പായം, പുസ്തകം, ബാഗ്, പിന്നെ പേന, പെൻസിൽ ഇതൊക്കെ എനിക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ കാട്ടിലല്ലേ, ഇതൊക്കെ വാങ്ങാൻ പൈസ ഒന്നുമില്ലല്ലോ. പിന്നെ പഠിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാലും ക്ലാസ്സിലെ കുട്ടികൾ എന്നെ പണിച്ചി എന്നാണ് വിളിച്ചിരുന്നത്. ബാക്കി എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ എനിക്കാരും കൂട്ടിനില്ലായിരുന്നു. ഇടയ്ക്ക് കുറച്ച് സ്നേഹം തന്നിരുന്നത് ബാലന്മാഷ് മാത്രമായിരുന്നു. പക്ഷേ ബാലന്മാഷിൻ്റെ സ്നേഹം എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. അത് സ്നേഹമാണോ അതോ വേറെന്തെങ്കിലുമാണോ എന്ന് എനിക്കറിയില്ല. ഇത്തിരി പോലും ഇല്ലാത്ത എൻ്റെ നെഞ്ചിൽ എന്തോ തടവുമായിരുന്നു മാഷ്. പിന്നെ ഇടയ്ക്ക് ചുണ്ടിൽ കടിക്കുകയും അങ്ങനെ എന്തൊക്കെയോ. മാഷ് തടവിയപ്പോൾ ഒന്നെനിക്ക് നെഞ്ചുവേദനയൊന്നും ഇല്ലല്ലോ. നെഞ്ചുവേദനയുണ്ടെങ്കിൽ അല്ലേ തടവേണ്ടുള്ളൂ. പക്ഷേ മാഷ് വലിയ പാർട്ടിക്കാരനാണ്. ഇടയ്ക്ക് ഊരിൽ അദ്ദേഹം വരാറുണ്ട്. സീതുവിനെയും മുത്തുവിനെയും ഒക്കെ കുടവിൽ ജോലിക്ക് കൊണ്ടുപോയത് മാഷിൻ്റെ ആൾക്കാരാണ്. അവർ രക്ഷപ്പെട്ടു വലിയ നിലയിൽ ആണെന്നാണ് എല്ലാവരും പറയുന്നത്. ഒരിക്കൽ പോലും അവർ തിരിച്ചു വന്നിട്ടില്ല. ഇങ്ങനെയൊക്കെ ആളുകൾ മാറിപ്പോകുമോ? അപ്പയും അമ്മയും ഒക്കെ വയ്യാത്ത ആളുകളാണ്. അവർ നന്നായിട്ടും എന്തേ അവരെ കാണാൻ വന്നില്ല? സീതു ഇവിടെ നിന്നും പോകുമ്പോൾ മോഹൻ മംഗലം ഉറപ്പിച്ചിരുന്നു. എന്നിട്ടും സീതു അവിടെ പോയി വേറെ മംഗലം കഴിച്ചു അത്രേ. കൂരയുടെ പുറത്തുനിന്നും വലിയ ബഹളം കേട്ടാണ് ഞാൻ പുറത്തേക്ക് ചെന്നത്. ചന്തുമാമനും വേറെ 2 ആളും കൂടി പൊക്കനെ എടുത്തുകൊണ്ടുവരുന്നുണ്ട്. വലതു കൈയിൽ നിന്നും നല്ലോണം ചോര ഒഴുകുന്നുണ്ട്. തല കറങ്ങി നിലത്ത് വീണ എന്നെ ആരൊക്കെയോ ചേർന്ന് അകത്ത് കിടത്തി. പുലി കടിച്ചതാണ് പൊക്കനെ. ബലദൈവം കാത്തു. കുട്ടികളും ഒക്കെയായി രാത്രി കിടക്കാൻ പേടിയാണ്. കുട്ടികളെ കുറുനരികൾ പിടിച്ചു കൊണ്ടുപോകും. അപ്പുറത്തെ കുടിയിൽ നിന്നും വാറ്റുചാരായത്തിൻ്റെ ഗന്ധം നല്ലോണം അടിച്ചു കയറുന്നുണ്ട്. കോട കലക്കി മാറ്റുകയാവാം. മുറ്റത്തുനിന്ന് തകരയും കാന്താരിയും പറിച്ച് തോരനും മുളയരിയിട്ട് കഞ്ഞി വെച്ചു. അടിവയറിൽ നിന്നും ഒരു കുത്തിപ്പറിക്കുന്ന വേദന തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. വല്ലാത്ത തലവേദനയും. വേദന കടിച്ചമർത്തി പൊക്കനും അമ്മയ്ക്കും കഞ്ഞി കൊടുത്തു. ഒരു മൂലയിൽ ചുരുണ്ടുകൂടി. വയറുവേദന അസഹ്യമായി അടിവയറിലൂടെ താഴേക്ക് ഉരുകി ഒലിക്കും പോലെ തോന്നി. മുറ്റത്ത് കൊമ്പന്മാർ എത്തിയിട്ടുണ്ട്. ചിഹ്നം വിളിയും ഇടയ്ക്കിടയ്ക്ക് കൂര കുലുക്കലും തകൃതിയായി നടക്കുന്നുണ്ട്. പുറത്തെ കുളിമുറിയിൽ പകൽ സമയത്ത് പോകാൻ കഴിയില്ല. തിന്നുന്ന നോട്ടമുള്ള ചിലരുണ്ട് ഊരിൽ. രാത്രിയിൽ മൃഗങ്ങളും. പക്ഷേ പകലിനേക്കാൾ ഭേദം രാത്രിയാണെന്ന് തോന്നിയിട്ടുണ്ട്. കീറിവെച്ച പഴയ കോട്ടൺ തുണിയുമായി പതിയെ കൂരയുടെ വാതിൽ തുറന്ന് മുറ്റത്ത് ആനക്കൂട്ടം അറിയാതെ മറയിൽ കയറി. തുടയിലൂടെ ഒലിച്ചിറങ്ങിയ രക്തത്തുള്ളികൾ തുടയെ ചുവപ്പിച്ചിരുന്നു. മാസത്തിൽ 7 ദിവസം ഇങ്ങനെയാണ്. ജീവിതം വെറുത്തു പോകുന്ന ദിവസങ്ങൾ. ആവശ്യത്തിന് തുണികളോ മറ്റൊന്നുമില്ലാതെ. അങ്ങനെ എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർന്നാൽ മതിയായിരുന്നു. ഇടയ്ക്ക് വേദന കൊണ്ട് പുളയുന്ന പൊക്കനെ ആശ്വസിപ്പിക്കാൻ ഞാൻ അവൻ്റെ അടുത്ത് പോയി. അവനെ ആശ്വസിപ്പിച്ച് അവൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടന്നു. എടീ കമല, ബാലന്മാഷ് ഇന്നലെ എന്നെ കണ്ടിരുന്നു. എന്തിന് എന്ന രീതിയിൽ ഞാൻ പൊക്കനെ നോക്കി. കുടകിൽ ഇഞ്ചിപ്പണിക്ക് പോകാൻ നിന്നോടും എന്നോടും. ഞാനും നീയും പോയാൽ നമ്മുടെ കല്യാണം അടിപൊളിയാക്കാം. നിനക്ക് കുറച്ച് മിന്നു വാങ്ങണം. അമ്മയ്ക്കാരാ ഉള്ളത്? കമലയുടെ നേർത്ത ശബ്ദം ഒന്നിടറി. അമ്മയെ പാറുവിൻ്റെ കുടിലാക്കാം. പാറു ആ ഊരിലെ ഒരാളാണ്. 50-നടുത്ത് പ്രായം കാണും. കമലയുടെ കഴുത്തിലൂടെ പൊക്കൻ്റെ കൈകൾ ഇഴഞ്ഞു നടന്നു. അവളുടെ ഇക്കിളി പൂണ്ട ചിരി അവനെ അരങ്കൊള്ളിച്ചു കൊണ്ടിരുന്നു. ചീ പോടാ. ഇതെല്ലാം മംഗലം കഴിഞ്ഞിട്ട്. അവൾ ചിണുങ്ങി. എപ്പോഴാണ് അവർ ഉറങ്ങിയത് എന്നറിയില്ല. ഊരിൻ്റെ മുറ്റത്ത് ബാലന്മാഷിൻ്റെ ജീപ്പ് വന്നു നിന്നു. ബാലന്മാഷ് നേരെ കുടിയിലേക്കാണ് വന്നത്. എന്താണ് പൊക്ക, എന്തുപറ്റി നിനക്ക്? എന്തും പറയണ്ടമ്പ്ര, മലദൈവം കാത്തു എന്ന് പറഞ്ഞാൽ മതിയല്ലോ.
ഞാനൊന്ന് മുരടനക്കി കൂരയിലേക്ക് കയറി ചെന്നു. കമലെ, നീ അങ്ങ് വളർന്നു വലുതായത് ഞാൻ അറിഞ്ഞില്ല. നിങ്ങളെ കല്യാണമാണ് വരുന്ന കർക്കിടകത്തിൽ എന്ന് ഞാൻ അറിഞ്ഞു. ഇനിയും ഇവിടെ ഇങ്ങനെ നിന്നാൽ എങ്ങനെയാണ്? പണിക്ക് പോകണം, നല്ലോണം കാശുണ്ടാക്കണം, ഒരു വീടൊക്കെ വെച്ച് ഒരു കാറൊക്കെ വാങ്ങണ്ടേ? അല്ലാണ്ട് പണ്ടത്തെ പോലെ പഠിപ്പ് കളഞ്ഞാൽ ആവുമോ? ഇല്ലമ്പ്ര, ഞാനും ഓളും വരും, പൊക്കൻ ഇടയ്ക്ക് കയറി പറഞ്ഞു. പൊക്കൻ അങ്ങനെ പറഞ്ഞാൽ പിന്നെ ചിന്തിക്കാൻ ഒന്നും ഉണ്ടായില്ല. പൊക്കനും ഞാനും ജീപ്പിൽ കയറി നിറകണ്ണുകളോടെ നോക്കി നിന്ന അമ്മയുടെ കയ്യിൽ ബാലൻ മാഷ് കുറച്ച് 500-ൻ്റെ നോട്ടുകൾ മടക്കി കൊടുക്കുന്നത് കണ്ടു. സാരമില്ല അമ്മണി, നീ എന്തിനാ വിഷമിക്കുന്നത്? കുട്ടികൾ പോയി ജോലി ചെയ്തു വരട്ടെ. ബാലൻ മാഷ് അമ്മയെ ആശ്വസിപ്പിച്ചു. കാട്ടിക്കുളം ടൗണിൽ നിന്നും കുട്ട വഴിയാണ് കർണാടകയിലേക്ക് എത്തിയത്. പോകും വഴിയിൽ മുഴുവൻ പൊക്കനും ഒത്തൊരു ജീവിതമായിരുന്നു മനസ്സിൽ. പൊക്കൻ വേറെ ഒരു സ്വപ്ന ലോകത്താണ്. കാറും പിന്നെ 2 നില ബംഗ്ലാവും പരിചാരകരും പിന്നെ റാണിയെപ്പോലെ കമല. ഇടയ്ക്ക് പൊക്കൻ ഒന്ന് പൊട്ടിച്ചിരിച്ചു. എന്താടാ പൊക്ക? ബാലന്മാഷ് ചോദിച്ചു. ഏനൊരു സ്വപ്നം കണ്ടതമ്പ്ര. എന്ത് സ്വപ്നം കണ്ട? അത് പറയാൻ പറ്റൂലമ്പ്ര, പറഞ്ഞാൽ നടക്കൂല. മാലന്മാഷ് ഒന്ന് കുലുങ്ങിച്ചിരിച്ചു. ജയിപ്പ് ഒരു തേയിലത്തോട്ടത്തിലൂടെ സഞ്ചരിച്ച് ഒരു എസ്റ്റേറ്റ് ബംഗ്ലാവിന് മുന്നിലെത്തി. അവിടെ വേറെ ആരും ഉള്ളതായി തോന്നിയില്ല. ഞങ്ങളെല്ലാവരും അവിടെ ഇറങ്ങി. ഇടയ്ക്കിടയ്ക്ക് മാഷിൻ്റെ പാളിയെത്തുന്ന നോട്ടം എൻ്റെ നെഞ്ചിലാകെ പരതി നടക്കുന്നുണ്ട്. ഞാൻ പൊക്കൻ്റെ മറവറ്റി നിന്നു. എടാ പൊക്ക, ഇവൾക്കിപ്പോഴും നാണം വിട്ടുമാറിയിട്ടില്ലേ? മാഷിൻ്റെ അർത്ഥം വെച്ചുള്ള ചോദ്യവും ഒരു വഷളം ചിരിയുമായിരുന്നു. നിങ്ങൾ ഇന്ന് തൽക്കാലം ഇവിടെ താമസിപ്പിക്കണം. നാളെ നമുക്ക് തോട്ടത്തിൽ പോകാം. ഇപ്പോൾ പോകുന്ന വഴിയിൽ നിറയെ ആനകളാണ്. മാഷ് കിടക്കാനുള്ള മുറിയും കാണിച്ചു തന്നു. കിടക്കയും കട്ടിലും പിന്നെ കുളിമുറിയും എല്ലാം കണ്ട് കഥകളിൽ മാത്രം കേട്ടിട്ടുള്ള കൊട്ടാരം തന്നെ. ജീവിതത്തിൽ ആദ്യമായാണ് ആരെങ്കിലും കാണുന്നില്ല എന്നുറപ്പിച്ച് കുളിക്കുന്നത്. പൈപ്പ് തിരിച്ചപ്പോൾ മുകളിൽ നിന്നും മഴ പോലെ വെള്ളം നൂലായി പെയ്തിറങ്ങി. എല്ലാം അത്ഭുതമായാണ് തോന്നിയത്. ഫാന്, ബൾബുകൾ എല്ലാം. നനഞ്ഞ മുടി വാരിക്കെട്ടി പുറത്തേക്ക് വന്നപ്പോൾ മുറിയിൽ എനിക്കിടാനായി ഒരു പുതിയ കുപ്പായം വന്നിരുന്നു. അതിട്ട് കൊണ്ടു നിന്നപ്പോൾ പൊക്കൻ എന്നെ അത്ഭുതത്തോടെ നോക്കി നിന്നു. അല്പം അകലെയായി എന്നെപ്പോലെ വേറെ ഒരാൾ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. ശരിക്കും നോക്കിയപ്പോൾ അത് ഞാൻ തന്നെയാണെന്ന് മനസ്സിലായി. കണ്ണാടിയുടെ മുന്നിൽ നിന്നും ഞാൻ എന്നെ തന്നെ നോക്കി ആദ്യമായാണ് കാണുന്നത്. എൻ്റെ കണ്ണുകൾ, മൂക്കുകൾ, കഴുത്ത് എല്ലാം ഞാൻ ആദ്യമായാണ് കാണുന്നത്. പൊക്കൻ എന്നെ പുറകിലൂടെ വന്ന് കെട്ടിപ്പിടിച്ചു. എന്തോ ഒരു മുഷിഞ്ഞ ഒരു മണം എൻ്റെ മൂക്കിലേക്ക് അടിച്ചു കയറി. എന്തൊരു വിയർപ്പ് മണം ആണവന്. ഞാൻ അവനെ തള്ളി മാറ്റി കുളിമുറിയിലാക്കി വാതിലടച്ചു. ജീവിതത്തിൽ ഒരിക്കലും എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. വീണ്ടും വീണ്ടും ഞാൻ കണ്ണാടിയിൽ നോക്കിക്കൊണ്ടിരുന്നു. റൂമിൻ്റെ ഒരു മൂലയിൽ വെച്ച അലമാരയിൽ ഞാൻ വെറുതെ ഒന്ന് തുറന്നു നോക്കി. അതിൽ നിറയെ എന്തൊക്കെയോ ആയിരുന്നു. ഒരു ഭംഗിയുള്ള കുപ്പിയെടുത്ത് അതിൻ്റെ മൂടിയൊന്ന് തുറന്ന് ഞെക്കി നോക്കി. അതിൽ നിന്നും മനം മയക്കുന്ന ഒരു മണം പുറത്തേക്ക് വന്നു. പതുക്കെ അത് കുപ്പായത്തിലേക്ക് അടിച്ചു. അവളൊന്ന് മണത്തു നോക്കി. വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടാണ് അത്ഭുത ലോകത്തു നിന്നും ഉണർന്നതുപോലെ വാതിൽ തുറന്നപ്പോൾ മുന്നിൽ ബാലൻ മാഷ് എന്നെ ഒന്ന് മുഴുവനൊന്ന് നോക്കി. എന്തൊരഴകാണ് പെണ്ണേ നിനക്ക്. ഒരു കാട്ടുചെമ്പകം തന്നെയാണ്. നിനക്ക് ഇവിടെയൊക്കെ ഇഷ്ടമായോ? ഇഷ്ടമായി മാഷേ. ആ, ഇതിലും കൂടുതലുണ്ട് പെണ്ണേ ഇവിടെ കാണാൻ. നിനക്ക് കാണണ്ടേ? കുറച്ചു നാൾ കഴിയട്ടെ, നമുക്ക് പട്ടണത്തിൽ പോകാം. പെട്ടെന്ന് കുളിമുറിയുടെ വാതിൽ തുറന്ന് പൊക്കൻ വന്നു. തണുത്ത് ഉറയ്ക്കുന്നുണ്ടായിരുന്നു പൊക്കൻ. അലമാരയിൽ നിന്നും ഒരു മുണ്ടും ബനിയനും പൊക്കന് കൊടുത്തു. നമുക്കുള്ള ഭക്ഷണവും കൊണ്ട് വന്നതായിരുന്നു മാഷ്. പാവം മാഷ്, ഞാൻ വല്ലാതെ തെറ്റിദ്ധരിച്ചു. ഞങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത എന്തോ ഭക്ഷണമായിരുന്നു അത്. രാത്രിയിൽ നല്ല തണുപ്പിൽ പൊക്കൻ എൻ്റെ അരികിലായി വന്നു നിന്നു. എൻ്റെ കൈ രണ്ടും അവനെ പ്രതിരോധിക്കാൻ തയ്യാറായി. ചിരിച്ചും കളിച്ചും ആനയെയും കാട്ടുമൃഗങ്ങളെയും പേടിക്കാതെ ജീവിതത്തിൽ ആദ്യമായി ഞങ്ങൾ ഒരുമിച്ചുറങ്ങി. രാവിലെ വാതിൽ ശക്തമായി മുട്ടുന്ന ശബ്ദം കേട്ടാണ് ഞങ്ങൾ ഉണർന്നത്. വാതിക്കൽ ഒരു വലിയ തടിച്ച മനുഷ്യൻ ഉണ്ടായിരുന്നു. അയാൾ കമലയെ ഒന്ന് അടിമുടി നോക്കി. അയാളുടെ കയ്യിലെ ഫോൺ കമലയ്ക്ക് കൊടുത്തു. അതിൽ ബാലൻ മാഷ് ഉണ്ടായിരുന്നു. കമലേ, അപ്പുറത്തുനിന്നും ബാലൻ മാഷിൻ്റെ ശബ്ദം ഉയർന്നു. എന്താണ് മാഷേ? പൊക്കൻ്റെ അസുഖം മാറട്ടെ, നീ അയാളുടെ കൂടെ തോട്ടത്തിലേക്ക് പോയിക്കോ. 2 ദിവസം കഴിഞ്ഞ് പൊക്കനും അവിടെ എത്തും. മാഷേ, അത് ഞങ്ങൾ ഒരുമിച്ച് പോയാൽ പോരെ? നിങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നല്ല, ജോലിക്ക് വേണ്ടി കൊണ്ടുവന്നാണ്. അതുകൊണ്ട് പറയുന്നത് കേട്ടാൽ മതി. പൊക്കൻ അപ്പോഴും ഉറക്കത്തിലായിരുന്നു. വിളിച്ചുണർത്തി കാര്യം പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞു വരും അല്ലോ, നീ പോയിക്കോ. തടിയൻ്റെ കൂടെ ജീപ്പിൽ കയറി കമല യാത്രയായി. വാതിക്കൽ നിൽക്കുന്ന പൊക്കനെ അവളൊന്ന് നോക്കി. അവനും അവളെ നോക്കി. തേയിലത്തോട്ടത്തിലൂടെ കുലുങ്ങി വണ്ടി നീങ്ങി. തടിയൻ ഗ്ലാസ്സിലൂടെ കമലയെ നോക്കിക്കൊണ്ടിരുന്നു. കാട്ടിന് നടുവിലൂടെയുള്ള തോട്ടത്തിലേക്കുള്ള യാത്ര.
കുലുങ്ങിയുള്ളതായിരുന്നു. തടിയൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇമ വെട്ടാതെയുള്ള നോട്ടം കമലത്തിനെ വല്ലാതെ അസ്വസ്ഥയാക്കിയിരുന്നു. നിനക്ക് റാക്ക് വേണോടി? നല്ല നെല്ലിട്ട് വാറ്റിയതാണ്. തടിയൻ്റെ ചോദ്യം കേട്ട് കമല അല്പം മടിച്ചു. ഹാ, നിനക്ക് വേണമെന്ന് എനിക്കറിയാം. നിന്റെ ഊരിലെ എത്ര പെൺകുട്ടികളെ ഞാൻ കണ്ടതാ. എല്ലാവരും ഈ കൈകളിലൂടെ കടന്നുപോയവരല്ലേ? അയാൾ എന്തൊക്കെയോ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു. എനിക്ക് റാങ്ങൊന്നും വേണ്ടമ്പ്ര. അങ്ങനെ പറയല്ലേ എൻ്റെ പെണ്ണെ. പൊക്കനുണ്ടായിരുന്നുവെങ്കിൽ ഒരു കുപ്പിയല്ല 100 കുപ്പി തീർത്തേനെ. ഇതിപ്പോൾ എങ്ങനെ ഇവരുടെ കൂടെ? കമല മനസ്സിൽ കരുതി. ജീപ്പ് മലയിറങ്ങി കോട നിറഞ്ഞ ഒരു താഴ്വാരയിലൂടെ കിതച്ചു പാഞ്ഞു. കുറച്ചു മാറി ചാരായ ഷോപ്പ് കാണാം. ഒരു അരണ്ട വെളിച്ചത്തിൽ ഒരോലമേഞ്ഞ ഒരു റാന്തൽ വെളിച്ചം അവിടേക്ക് ആളുകളെ ആകർഷിക്കുന്നത് പോലെ തോന്നി. മുണ്ടും ബ്ലൗസും ധരിച്ച ഒരു സ്ത്രീ അകത്തുനിന്നും പുറത്തേക്ക് വന്ന് എന്നെ അടിമുടിയൊന്ന് നോക്കി. എടാ ഭീമ, ഇത് എവിടുന്നാടാ ഇത്ര ബർക്കത്തുള്ള ഒന്ന്? ഇതൊക്കെ ഉണ്ട് ത്രേസ്യേ. നീ 2 കുപ്പി കള്ളും പന്നിയും എടുക്ക്. അടുക്കും ചിട്ടയുമില്ലാതെ വാരി വലിച്ചിട്ടിരുന്ന ആ ഷാപ്പിൽ ഒരു ബെഞ്ചിലും ഡെസ്കിലുമായി അവർ ഇരുന്നു. കപ്പയും റാക്കും പന്നിയും മുന്നിലെത്തി. കഴിക്കടി. ഭീമൻ എന്നാണ് അയാളുടെ പേര് എന്ന് മനസ്സിലായി. അയാളുടെ ശബ്ദം കേട്ടാൽ തന്നെ പേടിയാവുന്നു. മനസ്സില്ലാ മനസ്സോടെ കപ്പയും പന്നിയും അകത്താക്കി അകമ്പടിയായി റാക്കും. ഇപ്പോൾ കുറച്ച് ഉള്ളുറപ്പ് വന്നതുപോലെ. എടാ ഭീമ, കുറച്ച് ദിവസം ഇവിടെ നിർത്തടാ. ഞാൻ കുറച്ച് കാശുണ്ടാക്കട്ടടാ. പഴയ പോലെ ഒന്നല്ലടാ. ഇപ്പോൾ കുറച്ച് പിള്ളേരാ ടൂറിസ്റ്റുകളായി എത്തുന്നത്. അത് മാത്രമേ ഉള്ളൂ. അവർക്ക് ഇജാതിയാണ് വേണ്ടത്. എൻ്റെ പൊന്നു ചേച്ചി, ഇത് വേറെയാണ് ഐറ്റം. മുതലാളി നേരിട്ട് ഇറക്കണ മുതലാണ്. നേരിട്ട് ഇറക്കുകയാണോ? ഏതോ VVIPക്കുള്ളത് ഇറക്കാണ്. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ എത്തിച്ചു തരാം. ഇവറ്റകളുടെ വീട്ടിൽ കൃത്യമായ ഒരു തുക എത്തിയാൽ പിന്നെ ഒരു കുഴപ്പവുമില്ല. ഒക്കത്തായാലും അത് വല്ലവനും ക്രെഡിറ്റായി വെച്ചോളൂ. അപ്പോൾ ശരി ത്രേസ്യേച്ചി, ഞാൻ ഇറങ്ങുന്നു. ആ പെണ്ണും പിള്ള എന്നെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഇവർ പറഞ്ഞത് കുറേയൊന്നും മനസ്സിലായില്ല. തലയിൽ കയറിയ ലഹരി ഉന്മാദ ലഹരിയായി ആടിത്തുടങ്ങി. ജീപ്പിൽ കയറുകൾ കാലുകൾ പൊന്തുന്നില്ല. ഭീമൻ എന്നെ എടുത്തു പൊന്തിച്ച് വണ്ടിയിലിരുത്തി. പൊക്കനിൽ നിന്നും വ്യത്യസ്തമായ ഒരു മണം അയാളിൽ നിന്നും. ആ മണം തന്നിലേക്ക് ഒഴുകുന്ന പോലെ. കുറച്ചു നേരം കൂടി ആ കൈകളിൽ വിശ്രമിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ. ചിന്തകൾ എങ്ങോട്ടാണ് കാട് കയറി പോകുന്നത്? എന്തൊക്കെയാ ഈ ചിന്തിക്കുന്നത്? എൻ്റെ പൊക്കൻ കുറേ ഓടി കിതച്ചത് കൊണ്ടാവണം ജീപ്പൊന്ന് കുതിച്ചു നിന്നു. റേഡിയേറ്ററിൽ നിന്നും ശക്തമായ പുക ഉയർന്നു തുടങ്ങി. ഭീമൻ ആകെ അസ്വസ്ഥനായി. ഇന്നിനി യാത്ര നടക്കുമെന്ന് തോന്നില്ല. വഴിയിൽ പെട്ടു എന്നതിന് സംശയമില്ല. ബാലൻ സാറെ അടിവാരത്തു നിന്നും വണ്ടിയിൽ നിന്നും കുറച്ച് വെള്ളമൊഴിച്ച് തണുപ്പിച്ചത് ആണ്. റേഡിയേറ്റർ ലീക്കുണ്ടോ എന്നറിയില്ല. വണ്ടി പുകയുന്നു. ഇനി നാളെ അടിവാരത്തുനിന്നും മെക്കാനിക്ക് വരണം. ഓക്കെ, ആയിക്കോട്ടെ. അവളുടെ ദേഹത്തൊന്നും നീ കൈവെക്കരുത് കേട്ടോ. ഇല്ല സാറേ. പിൻസീറ്റിൽ ആടിത്തൂങ്ങിയിരിക്കുകയാണ് കമല. എടി, ഉറക്കം വരുന്നുണ്ടേ ഉറങ്ങിക്കോ. ഇന്നിനി പോക്ക് നടക്കില്ല. ഇവിടുന്നൊരു 200 കിലോമീറ്ററെങ്കിലും ഉണ്ടാവും നടക്കാൻ. എനിക്കതിൽ പ്രത്യേകിച്ചൊന്നും തോന്നില്ല. റാക്കുണ്ടോ ബ്രാ? ഭീമനാണ് ഈ തവണ ഞെട്ടിയത്. എന്താടി ഡാഷേ, നിനക്ക് കുടിച്ചു മതിയായില്ലേ? എന്നാ കേട്ടിക്കോ. അവൾ അകത്താക്കിയ ബാക്കി അരക്കുപ്പി കമലത്തിന് കൊടുത്തു. അവൾ ആർത്തിയോടെ അത് അകത്താക്കി. രാവും മയങ്ങിത്തുടങ്ങി. ഇരുളു കനത്തു തുടങ്ങി. ജീപ്പിൻ്റെ സൈഡ് കട്ടനുകൾ വലിച്ചിട്ടു. ഇനി പുറത്തിരിക്കുന്നത് തീരെ സുരക്ഷയില്ല. അസ്ഥി തുളയ്ക്കുന്ന തണുപ്പ് പതുക്കെ പടർന്നുകൊണ്ടിരുന്നു. കുപ്പിയിലെ അവസാനത്തുള്ളി റാക്കിനു വേണ്ടിയും കമലം നാക്ക് നീട്ടി. ഉരുണ്ടുവന്ന മധുപതിയെ നാവിലേക്ക് അടർന്നു വീണു. ചിന്നിച്ചിതറി. ഭീമൻ പതിയെ പിൻസീറ്റിൽ കയറി കമലത്തോട് ചേർന്നിരുന്നു. അവൾക്കപ്പോൾ അത് വേണം എന്ന് തോന്നിയിരുന്നു. അത്രയ്ക്കും തണുപ്പുണ്ടായിരുന്നു. ജീപ്പിൻ്റെ അരണ്ട വെളിച്ചത്തിൽ ആനയും കാട്ടുപന്നികളും കൂട്ടമായി നടന്നു പോകുന്നത് കാണാം. ഭീമൻ്റെ പോക്കറ്റിൽ നിന്നും അറ്റം തടിച്ച കഞ്ചാവ് ബീഡികൾ പുറത്തെടുത്ത് തീ കൊളുത്തി ആസ്വദിച്ചു. തണുപ്പിന് നേരിയ ആശ്വാസം പോലെ. നിനക്ക് വേണോടി? തണുപ്പിന് നല്ലതാ. കമലയ്ക്ക് തണുപ്പ് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അവൾ 2 പുകയെടുത്തപ്പോൾ തന്നെ ചുമച്ചു തുടങ്ങി. ഭീമൻ അവളുടെ തലയിൽ തട്ടി. അവൾ ഒന്നുകൂടി അവനോട് ചേർന്നിരുന്നു. അവളിൽ നിന്നും ഒരു വൈദ്യുതി പ്രവാഹം ഭീമനിലേക്ക് ഒഴുകിയെത്തി. അവൻ അവളുടെ കണ്ണുകളിലേക്ക് ഒന്ന് നോക്കി. കമല ഭീമൻ്റെ മുഖത്തേക്ക് നോക്കി. അറ്റം തുടുത്ത കഞ്ചാവ് ബീഡികൾ എരിയുമ്പോൾ ഭീമൻ്റെ മുഖം അങ്ങനെ തെളിഞ്ഞു നിന്നു. ചിലപ്പോഴെങ്കിലും ഇയാൾ തന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് ഭയം കമലയിൽ ആളിപ്പോകുന്നുണ്ടായിരുന്നു. എടീ കമലം, നിനക്ക് ഭൂമിയിൽ ഏറ്റവും ഇഷ്ടം എന്തിനോടാണ്? അതും ബ്രാ, ഏങ്കളപ്പുഴയും പിന്നെ പൊക്കനും. അതെന്നാടി ഡാഷേ, നിനക്ക് പൊക്കനെ മാത്രമേ ഇഷ്ടമുള്ളൂ? വേറെ ഉള്ളവരൊന്നും ആണുങ്ങളല്ലേ?
നിന്നെ ഇപ്പോൾ എന്തിനാ അങ്ങോട്ട് അയക്കുന്നതെന്നറിയോ? നിന്റെ പൊക്കൻ ആരാണ്? മണ്ടൻ. അവൻ കൂടെയില്ലാതെ മാഷിൻ്റെ അടുത്തേക്ക് തനിച്ചയച്ചവൻ. അതെന്താണമ്പ്ര? മാഷിൻ്റെ അടുത്തേക്ക് ഒറ്റയ്ക്ക് പോയാൽ? ചെല്ല് ചെല്ല്. നിന്നെപ്പോലെ നിന്റെ ഊരിൽ നിന്ന് എത്ര പേര്? അയാൾ ഒന്നുകൂടി കഞ്ചാവ് വീടി ആഞ്ഞു വലിച്ചു. അവൾ അവനെ തന്നെ നോക്കിയിരുന്നു. ഭാഗം 2. കമല പോയതിൽ പിന്നെ ആകെ ഒരൊറ്റപ്പെടലാണ് പൊക്കന്. രാത്രിയിൽ അവളില്ലാതെ ഒരു വലിയ ഒഴിവ് വന്ന പോലെ. അറിയാത്ത നാട്ടിൽ അറിയാത്ത ആളുകൾക്കൊപ്പം ഇന്നേക്ക് 4 ദിവസമായി. അവിടെ എത്തിയിട്ട് ഒന്ന് വിളിച്ചതുപോലും ഇല്ലല്ലോ. ബാലൻ മാഷിനെ പിന്നീട് കണ്ടതേയില്ല. ആരോ വിളിച്ചാൽ ആണ് ഒന്ന് വൈകുന്നേരം കമലത്തിനെ കിട്ടുക. വൈകുന്നേരം ഭക്ഷണവുമായി വന്ന ആളോട് കമലത്തിനെക്കുറിച്ച് മാഷിനെക്കുറിച്ചും ചോദിച്ചു എങ്കിലും യാതൊരു അറിവും അയാൾക്കുണ്ടായിരുന്നില്ല. വല്ലാതെ ബേജാർ കയറി തുടങ്ങിയിരിക്കുന്നു. വരേണ്ടിയിരുന്നില്ല, എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതിയായിരുന്നു. ഊരിൽ നിന്നും പുറത്തുപോയ സതീഷ് പറഞ്ഞത് ഓർക്കുന്നുണ്ട്. ഊരിലെ പെൺകുട്ടികളുടെ മേൽ കഴുകന്മാർ പോലെ ആളുകൾ പറന്നു കളിക്കുമത്രേ. മലദൈവങ്ങളെ, എൻ്റെ പെണ്ണിനെ കാത്തോളണമേ. ഭക്ഷണത്തിന് ഒപ്പം കിട്ടിയ മദ്യം പൊക്കൻ ആവോളം അകത്താക്കി. സിരകളിൽ പടർന്നു കയറിയ ലഹരി കമലത്തിൻ്റെ ഓർമ്മകൾ തികട്ടിക്കൊണ്ടുവന്നു. അവളെ കണ്ടുപിടിച്ചേ പറ്റൂ എന്ന തീരുമാനത്തിലായിരുന്നു. വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങിയ പൊക്കനും അരികിലേക്ക് 2 തടിമാടന്മാർ എത്തി. എങ്ങോട്ടാണ്? എനക്ക് കമലത്തിനെ ഒന്ന് കാണണം ബ്രാ. കമലമോ? എടോ, അവൾ പട്ടണത്തിലേക്കല്ലേ ജോലിക്ക് പോയത്? അങ്ങനെയാണ് കാണാൻ പറ്റുക. പട്ടണത്തിലേക്കോ? ഇഞ്ചിപ്പണിക്ക് വേണ്ടിയല്ലേ അവൾ പോയത്? തടിയന്മാർ ഒന്ന് ഊറിച്ചിരിച്ചു. എടോ, താനിപ്പോൾ പോയിക്കോ, പോയി കടന്നുറങ്ങ്. ഈ കാട്ടിലൂടെ 300 കിലോമീറ്റർ എങ്കിലും പോകണം തോട്ടത്തിലേക്ക്. അവർ പൊക്കനെ അകത്താക്കി വാതിലടച്ചു. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടു കമലയെ കണ്ടുപിടിക്കണം, അതായിരുന്നു പൊക്കൻ്റെ ചിന്ത. നേരം വെളുക്കും വരെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. വെളുപ്പാൻ കാലത്ത് ആരും അറിയാതെ പൊക്കൻ പുറത്തേക്കിറങ്ങി തേയിലത്തോട്ടത്തിലൂടെ ഓടി. അസ്ഥി തുളച്ചു കയറുന്ന തണുപ്പ് ശരീരത്തിലൂടെ തുളച്ചു കയറുന്ന പോലെ ഉൾവനത്തിലൂടെ പൊക്കൻ നടന്നു തുടങ്ങി. വന്യമൃഗങ്ങളുടെ മുരർച്ചയും ആവി പറക്കുന്ന ആനപ്പിണ്ടവും കാലിൽ ഷോക്സിട്ട കാട്ടുപോത്തിൻ കൂട്ടങ്ങളും മാൻകൂട്ടങ്ങളും ഒക്കെയുള്ള ഒരു പെരുങ്കാട്. കുറച്ചുകൂടി മുൻപോട്ട് പോയപ്പോഴാണ് ഒരു ശീൽക്കാര ശബ്ദം കേൾക്കുന്നത്. അതിൻ്റെ തീവ്രത കടുത്തതായിരുന്നു. പേടിയോടെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. ഞാടീഞരമ്പുകൾ തളർന്ന പോലെ ആ കാഴ്ച കണ്ട് പൊക്കൻ മരവിച്ചു നിന്നു. ഭാഗം 3. തോട്ടത്തിന് നടുവിൽ ഉള്ള ഒരു ബംഗ്ലാവിലേക്ക് താൻ വന്നിട്ട് 4-5 ദിവസമായി എങ്കിലും ഇതുവരെ ജോലിക്ക് പോകാൻ മാഷ് പറഞ്ഞിട്ടില്ല എന്നാണ് ഭീമൻ പറഞ്ഞത്. ശരിക്കും പൊക്കനില്ലാത്തതിൻ്റെ ഒരു കുറവ് നല്ലോണമുണ്ട്. ശരിക്കും ജോലിക്ക് കയറാൻ അല്ലെങ്കിൽ എന്തിനാണ് തന്നെ മാത്രം ഇങ്ങോട്ട് കൊണ്ടുവന്നത്? പൊക്കൻ്റെ സ്ഥിതി എന്താണെന്ന് പോലും അറിയില്ല. ഭീമൻ ഇടയ്ക്ക് ആരും അറിയാതെ തരുന്ന ചാരായമാണ് ഏക ആശ്വാസം. അവനെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. ഇടയ്ക്ക് പച്ചയ്ക്ക് തിന്നും പോലെയുള്ള നോട്ടമാണ്. ഇവിടെ എന്തൊക്കെയോ ദുരൂഹതകൾ ഉള്ളതുപോലെയാണ്. ഇവിടെ വേറെ ജോലിക്കാരെ ഒന്നും കാണാനുമില്ല. മാലൻ ഭാഷനെ പോലെ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ല. പൊക്കൻ വരാൻ താമസിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ബംഗ്ലാവിൻ്റെ മുറ്റത്ത് കുറച്ച് കാറുകൾ വന്നു നിന്നു. അതിൽ നിന്നും കുറച്ച് വെള്ള വസ്ത്രധാരികൾ ഇറങ്ങി. ബാലമാഷ് അവരെ സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടുപോകുന്നത് കാണാൻ കഴിഞ്ഞു. സന്ധ്യ മയങ്ങി തുടങ്ങി. ബംഗ്ലാവിൻ്റെ മുറ്റത്ത് തീന്മേശയും തീക്കുണ്ടവും ഒരുങ്ങി. പല നിറത്തിലും കുപ്പികളിലുമുള്ള മദ്യം ഗ്ലാസുകളിലേക്ക് നിറഞ്ഞൊഴുകുകയാണ്. ചുട്ട കോഴിമാംസത്തിൽ ബട്ടർ ചേരുന്ന നറുമണം പടർന്ന് ഒഴുകുന്നുണ്ട്. വന്നവർ ലഹരിയിലേക്ക് പിച്ചവെച്ച് കയറുന്നുണ്ടായിരുന്നു. എടോ ബാലൻ, ഈ തവണ നമുക്ക് എന്തോ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നല്ലേ താൻ പറഞ്ഞത്? ധൃതി വെക്കല്ല മന്ത്രി സാറേ. വേവോളം കാത്തില്ലേ, ഇനി 6ഓളം കാത്തിരുന്നൂടെ? പറ്റില്ലടോ ബാലൻ, ഈ കാലത്തിൽ മാത്രം പറ്റില്ല. കുലുക്കി അർത്ഥം വെച്ചയാൾ കുലുങ്ങി ചിരിച്ചു. മന്ത്രി സാറേ, നമ്മുടെ സ്കൂളിൻ്റെ അടുത്തുള്ള ഭൂമിയുടെ കാര്യം? എടോ, താനിങ്ങനെ ബേജാറാവില്ലേ? അയാൾ മദ്യം ചുണ്ടോട് അടുപ്പിച്ചു. ശകലമായി അകത്താക്കി. കുറച്ച് അപ്പുറത്തു നിന്നും ഭീമൻ കമലത്തെയും കൂട്ടിക്കൊണ്ടുവരുന്നത് കണ്ട് മന്ത്രി അവളെ നോക്കി നിന്നു. തിളങ്ങുന്ന നീല പാർട്ടി വസ്ത്രം പോലെ ഒന്നായിരുന്നു അവളുടേത്. എടോ, തനിക്കിതൊക്കെ എവിടുന്നാ കിട്ടുന്നേ? മന്ത്രി ആകാംക്ഷയോടെ ബാലൻ മാഷിനെ നോക്കി. ഈ അധ്യായം ഇവിടെ തുടരുകയാണ്. അടുത്ത അധ്യായത്തിനായി നമ്മുടെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്